പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ചവിട്ടിത്താഴ്ത്തിയ വ്യക്തികൾ ഇനി നിങ്ങളുടെ മുന്നിൽ കൂപ്പുകൈയുമായി തൊഴുതു നിൽക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അടിച്ചമർത്തിയവർക്ക് മുൻപിൽ ചക്രവർത്തി യോഗത്താൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കാനുള്ള സാധ്യത ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് കൂടുതലാണ്. ഗൃഹനിർമ്മാണം പൂർത്തിയാകും. ആരോഗ്യം നന്നായിരിക്കും. പ്രായമായവർക്ക് പാദത്തിന് വേദന, നീർക്കെട്ട് എന്നിവ ചെറിയ രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും. ഭാര്യാഭർത്തൃ സൗഖ്യം, സന്താന സൗഖ്യം, ബന്ധുജന സൗഖ്യം എന്നിവയും തൊഴിലിൽ അഭിവൃദ്ധിയും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ കുറച്ച് കഴിഞ്ഞ് തുടങ്ങുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയം ആണ്. പരീക്ഷകളിൽ വിജയം, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും. ബന്ധുക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധിക്കണം. ദൈവാധീനം കൊണ്ട് പല വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടും. ഗൃഹത്തിൽ സന്താന ഭാഗ്യം, സർക്കാർ സംബന്ധമായി തടസ്സപ്പെട്ടിരുന്ന ധനം എന്നിവ ലഭിക്കും. കുടുംബക്ഷേത്രം പരിരക്ഷിക്കാൻ യോഗം ഉണ്ട്. അശ്വതി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് അർച്ചന, മുരുകന് പഞ്ചാമൃത അഭിഷേകം, ദേവിക്ക് ഐക്യമത്യ സൂക്താർച്ചന, ആയില്യപൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ചിലവുകളൊക്കെ ഇവരുടെ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കും ഇനി ഉണ്ടാകുക. യാത്രകൾക്ക് വേണ്ടി ധനം ചിലവഴിക്കേണ്ടതായിട്ട് വരും. ശത്രുക്കളുടെ ഉപദ്രവം ഇനി അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങും. സഹോദരങ്ങൾ തമ്മിലും ബന്ധുക്കൾ തമ്മിലും തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായിട്ട് ലാഭം ഉണ്ടാകും. കൂടുതൽ അധ്വാനം ഏതു കാര്യത്തിനും അത്യാവശ്യമാണ്. സന്താനങ്ങൾക്ക് ദൂരദേശത്ത് പോയി പഠിക്കുന്നതിന് യോഗം ഉണ്ടാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തറവാട്ട് ഭൂമി തിരികെ ലഭിക്കും. ഊഹക്കച്ചവടവും സാമ്പത്തിക ഇടപാടുകളും നടത്താൻ പറ്റിയ സമയമാണ്. കൈമോശം വന്നു എന്ന് കരുതിയിരുന്ന സ്വർണം, ധനം, വിലപ്പെട്ട രേഖകൾ തുടങ്ങിയവയെക്കുറിച്ച് വിവരം ലഭിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കാതിരിക്കുക. മുതിർന്നവർ ഇടപെട്ട് പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. കാർഷിക മേഖലയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും. ഉന്നത സ്ഥാനങ്ങളിൽ വിഹരിക്കുന്നവർക്ക് പേരുദോഷങ്ങളും തൊഴിൽ സംബന്ധമായ ചില കോട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സിനിമ, സീരിയൽ, നാടകം, പുസ്തകരചനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭവും പ്രശസ്തിയും ഉണ്ടാകും. ദോഷപരിഹാരങ്ങൾക്ക് ഗുരുവായൂർ ദർശനം, മൂകാംബിക ദർശനം, തിരുപ്പതി ദർശനം, ധർമ്മശാസ്താവിനും ഹനുമാനും നീരാജനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ് ഈ നക്ഷത്ര ജാതകർക്ക്. ചിലവുകളും വളരെ കുറവായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂല കാലം. പുതിയ കോഴ്സുകൾക്ക് ചേരാൻ അവസരം ഉണ്ടാകും. തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഉടൻ തൊഴിൽ യോഗം. കർമ്മസ്ഥാനത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും. തുലാം 13 മുതൽ വിദേശയാത്ര കാത്തിരിക്കുന്നവർക്ക് അതിന് സാധിക്കും. വിദേശത്ത് പഠിക്കുന്നവർക്ക് തൊഴിൽ നേട്ടം. മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് പ്രയാസങ്ങൾ മാറിക്കിട്ടും. ഒപ്പം കുടുംബത്തിൽ സമാധാനം വർദ്ധിച്ചു വരും. അഭീഷ്ടകാര്യങ്ങൾക്ക് അനുകൂല അവസരമാണ്. പുതിയ വസ്ത്രം, വാഹനം, സ്വർണം എന്നിവ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായിട്ട് തന്നെ വന്നു ചേരും. വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കുകയും ഉറപ്പിച്ച ബന്ധങ്ങൾ നടക്കുകയും ചെയ്യും. കലാകാരന്മാർക്ക് നല്ല കാലം. പുതിയ രചനകൾക്ക് അവസരങ്ങൾ ഉണ്ടാകും. എഴുത്തുകാർക്ക് നല്ല സമയമാണ്.
ഭവന നിർമ്മാണം, പുതിയ ഭൂമി, സഹോദര സൗഹൃദം, പുനഃസമാഗമം എന്നിവയും മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ മൂലം സന്തോഷിക്കുന്നതിനുള്ള അവസരവും ലഭിക്കും. കുടുംബപരമായിട്ട് ലഭിക്കേണ്ട വസ്തുവകകൾ കൈവശം വരും. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കണ്ണ്, കണ്ടം എന്നിവയ്ക്ക് അലർജിയുള്ളവർക്ക് അതിനൊരു പരിഹാരം ലഭിക്കും. അതുപോലെ തന്നെ ഭാഗ്യ അനുഭവങ്ങൾ കൂടുതലായിട്ട് അനുഭവത്തിൽ വരും. വിദേശ സ്വദേശവാസികൾക്ക് പൊതുവെ സമയം ഉത്തമമാണ്. ദോഷപരിഹാരമായിട്ട് ശനീശ്വരന് നീരാജനം, സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ആയില്യപൂജ, നൂറും പാലും എന്നിവ കഴിപ്പിക്കുന്നതും ഉത്തമമാണ്. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ചിലവുകളൊക്കെ വരവ് പോലെ തന്നെ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവർക്കേറെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും. സന്താനങ്ങൾക്ക് പഠന വിജയം, ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ അവസരമുണ്ടാകും. കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ചെറിയ നാണ്യവിളകൾ കൂടാതെ റബ്ബർ, ഏലം, ജാതി, വാഴ, നഴ്സറി സംബന്ധമായ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമാണ്. വിവാഹ ആലോചനകൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ അമിത വേഗം, ശ്രദ്ധക്കുറവ് എന്നിവ ഒഴിവാക്കുക. വീട് പുതുക്കിപ്പണിയുന്നതിനും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ അനുകൂല സമയം തന്നെയാണ്. പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും അവ അനുകൂലം ആക്കുന്നതിനും അവസരം ഉണ്ടാകും. വ്യാഴൻ്റെ അനുകൂല അവസ്ഥ കാരണം തൊഴിൽ രംഗത്ത് ശോഭിക്കും. തടി വ്യാപാരം, റിയൽ എസ്റ്റേറ്റ്, ഇരുമ്പ്, കമ്പി, സിമൻറ്റ്, സാനിറ്ററി വ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മത്സ്യബന്ധനം, വിൽപ്പന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂല സമയമാണ്. സർപ്പ അനുഗ്രഹം വരുത്തിക്കൊണ്ട് വിവാഹ തടസ്സം ഉള്ളവർക്ക് വിവാഹബന്ധം ലഭിക്കുന്നതിനുള്ള അവസരം ഇനി ഉണ്ടാകും. കുടുംബത്തിൽ സൽസന്താന യോഗവും കാണുന്നുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ, വസ്ത്ര ആഭരണങ്ങൾ എന്നിവ ലഭിക്കും. ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് നീരാജനം, ശബരിമല ദർശനം, നാഗക്ഷേത്ര ദർശനം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി പൂരം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. തൽക്കാലം സമയം മോശമാണെങ്കിലും ഈ ആഴ്ച കഴിയുന്നതോടുകൂടി വ്യാഴൻ്റെ ഇഷ്ടസ്ഥിതി മൂലം ദോഷങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടും. സന്താനങ്ങളുടെ ഭാഗ്യ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും ഗൃഹം, വാഹനം എന്നിവയ്ക്ക് വേണ്ടിയും ധനം ചിലവഴിക്കേണ്ടതായിട്ട് വരും. അധ്യാപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ആതുര സേവകർ തുടങ്ങിയവർക്ക് പേരും പെരുമയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഗൃഹയോഗം, വാഹനയോഗം, സന്താനയോഗം എന്നിവയ്ക്കും അനുകൂല സമയമാണ്. ക്ഷേത്രപൂജകൾ ചെയ്യുന്നവർ, സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സംഘടനാ പ്രവർത്തകർ എന്നിവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അധിക ധനം മുടക്കില്ലാതെ അത് സാധ്യമാകും. ദൂരയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് പഠനകാര്യങ്ങളിൽ ഉന്നതിയും, തൊഴിൽ രഹിതർക്ക് ചെറിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അവസരം ഉണ്ടാകും. ബന്ധുക്കളെ അപ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മുരുകന് പഞ്ചാമൃത അഭിഷേകം, ഹനുമാന് വടമാല, ആയില്യം പൂജ, പുറ്റും മുട്ടയും സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവരെക്കുറിച്ച് ഒന്ന് നോക്കാം. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ഇനിയുള്ള ദിവസങ്ങൾ വളരെ മുന്നേറ്റങ്ങൾ നിറഞ്ഞതാണ്. ഈ നക്ഷത്ര ജാതകർക്ക് നല്ല ഫലങ്ങൾ അനുഭവപ്പെടും. ശനിയുടെയും വ്യാഴൻ്റെയും സ്ഥിതി മൂലം മനസ്സുഖം കുറഞ്ഞിരുന്നവർക്ക് അതിനൊരു മാറ്റം കണ്ടു തുടങ്ങും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല വിലപിടിപ്പുള്ള കാര്യങ്ങളും തിരികെ കിട്ടുന്നതിനും ചില മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി ഭൂമിയോ തത്തുല്യമായ വകകളോ താൽക്കാലികമായി കടപ്പെടുത്തേണ്ട സാഹചര്യങ്ങളും ഇവർക്ക് കാണുന്നുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് ഗൃഹത്തിൽ കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ധനം വരുന്നത് പോലെ തന്നെ ചിലവുകളും വന്നു ചേരുന്നതിനാൽ ശ്രദ്ധ വേണം. ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ചില വിഷമതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. കാൽപാദങ്ങളിൽ ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൃഹമാറ്റത്തിന് യോഗം, വിദേശത്തുള്ളവർക്ക് തൊഴിൽ നേട്ടം, രോഗശമനം എന്നിവ ഉണ്ടാകും.
പുതിയ ഭൂമി വാങ്ങുവാൻ പരിശ്രമിച്ചാൽ ഇവർക്ക് അതിനും സാധിക്കുന്നതാണ്. ഇവർ ദോഷപരിഹാരത്തിന് മുരുകന് പഞ്ചാമൃത അഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക.